വാട്ട് ആർ ദ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചറും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നാം നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നോക്കുന്നത് വാട്ട് ആർ ദ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവം എന്താണ്? പ്രധാനമായിട്ടും മാനേജ്മെൻറ്റിൻ്റെ നേച്ചറിനെ നമുക്ക് 3 കാറ്റഗറിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട്. സെക്കൻഡ് വൺ, മാനേജ്മെൻറ്റ് ആസ് എ സയൻസ്. ആൻഡ് തേർഡ് വൺ, മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. ഇങ്ങനെ 3 എലമെൻറ്റ്സ് അല്ലെങ്കിൽ 3 നേച്ചറാണ്, 3 ഡയമെൻഷൻസ് ആണ് മാനേജ്മെൻറ്റിൽ പ്രധാനമായിട്ടും വരുന്നത്. അതിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട്. മാനേജ്മെൻ്റ് ഒരു കല എന്നുള്ള നിലയിൽ എന്താണ്? വാട്ട് ആർ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ആർട്ട്? ആർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്തൊക്കെ ക്വാളിറ്റീസാണ് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ആ ആർട്ട് വർക്കിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവണം എന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് ആർട്ടിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലാവും. ദ ഫസ്റ്റ് ഫീച്ചർ ഈസ് എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. അതായത് ഒരു ആർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന് അല്ലെങ്കിൽ ആർട്ടിന് തിയററ്റിക്കൽ നോളജ് ഉറപ്പായിട്ടുണ്ടായിരിക്കണം. അതായത് കുറേയധികം അറിവ്, ആ മേഖലയുമായി ബന്ധപ്പെട്ട അറിവ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, പേഴ്സണലൈസ്ഡ് ഓർ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. അതായത് കാര്യങ്ങളെ പേഴ്സണലൈസ് ചെയ്തിട്ടും അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ടും അപ്ലൈ ചെയ്യാനുള്ള, തൊട്ട് മുൻപ് നാം പറഞ്ഞതായിട്ടുള്ള നോളജ് ഉണ്ടല്ലോ, ആ തിയററ്റിക്കൽ നോളജിനെ അപ്ലൈ ചെയ്യാനുള്ളൊരു ക്വാളിറ്റി ഉണ്ടാവണം. തേർഡ് വൺ, ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അതായത് നിരന്തരമായ പ്രാക്ടീസിൻ്റെയും അതുപോലെ തന്നെ ഒരു ആർട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, ആർട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൽ പ്രാക്ടീസ് ഉണ്ടാവും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ പ്രാക്ടീസിനോടൊപ്പം തന്നെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. ഇതൊക്കെ തന്നെ ആർട്ടിൻ്റെ ഒരു ഫീച്ചറാണ്. ആൻഡ് ലാസ്റ്റ് വൺ, സ്കിൽ. ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് സ്കില്ലുണ്ടായാൽ മാത്രമേ നമുക്ക് ആർട്ട് എന്ന് പറയുന്ന ആ പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമുക്ക് എന്താണ് മാനേജ്മെൻറ്റിനെ ഒരു ആർട്ട് എന്ന് പറയുന്നതിനുള്ള കാരണങ്ങളെന്ന് നോക്കാം. നാം ഈ പറഞ്ഞ ആദ്യത്തെ 4 ഫീച്ചേഴ്സ്, അതായത് ഫസ്റ്റ് വൺ, എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. ഇതൊരു മാനേജർക്ക് ഉണ്ടാവേണ്ടതുണ്ട്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനും അവരുടെ മേഖലയെക്കുറിച്ചുള്ള കൃത്യമായ നോളജ് ഉണ്ടാവണം. സെക്കൻഡ് വൺ, പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. അതായത് ഈ മാനേജ്മെൻറ്റിൽ ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് നാം പഠിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അറിവുള്ള കാര്യങ്ങളുടെ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് പറ്റണം. തേർഡ് വൺ, പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഒരു മാനേജർക്ക് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് പ്രാക്ടീസും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയും ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്കിൽ. നമുക്കറിയാലോ, ഒരു മാനേജർക്ക് ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇത്തരം ക്വാളിറ്റീസ് ഒക്കെ തൊട്ട് മുമ്പ് നാം ആർട്ടിൽ പറഞ്ഞ ഈ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഒക്കെ തന്നെ മാനേജ്മെൻറ്റിനും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ക്യാൻ ബി ടേംഡ് ആസ് ആൻ ആർട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാനേജ്മെൻറ്റിന് ഒരു ആർട്ട് എന്ന് പറയാം. ഇനി നമുക്ക് നോക്കേണ്ടത് മാനേജ്മെൻറ്റ് ആസ് എ സയൻസ്. ഒരു ശാസ്ത്രം എന്നുള്ള നിലയിൽ എന്താണ് മാനേജ്മെൻറ്റ്? നമുക്ക് അതിനു മുമ്പ് എന്താണ് സയൻസ് എന്ന് നോക്കാം. സയൻസ് മീൻസ് എ സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ദാറ്റ് എക്സ്പ്ലെയിൻസ് സർട്ടൻ ജനറൽ ട്രൂത്ത് ഓർ ഓപ്പറേഷൻസ് ഓഫ് ജനറൽ ലോസ്. നമുക്കറിയാം, സയൻസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ആണ്. വളരെ കൃത്യമായ നിയമങ്ങളുള്ള ഒരു ബോഡി ഓഫ് നോളജ്, ഒരു വൈജ്ഞാനിക മേഖലയാണ് സയൻസ്. വിച്ച് എക്സ്പ്ലെയിൻ സർട്ടൻ ജനറൽ ട്രൂത്ത്. അതായത് കുറേയധികം സത്യങ്ങളും അതുപോലെ കുറേ നിയമങ്ങളും ഒക്കെയാണ് സയൻസ് ഡീൽ ചെയ്യുന്നത്. നമുക്കറിയാം, ഇറ്റ് ഈസ് ഓൾവേസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റ്സ്. കുറേയധികം എക്സ്പെരിമെൻറ്റുകളാണ് സയൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. നമുക്കിനി എന്തൊക്കെയാണ് സയൻസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സയൻസ്? എന്തൊക്കെയാണ് സയൻസിൻ്റെ ഫീച്ചേഴ്സ്? ഫസ്റ്റ് വൺ, സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഓർ സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ്. അതായത് തൊട്ട് മുൻപ് നാം പറഞ്ഞതുപോലെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സയൻസ് എന്നത് ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്, അതായത് കൃത്യമായ നിയമങ്ങളുള്ള, കൃത്യമായ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു മേഖലയാണ്, ഒരു ബോഡി ഓഫ് നോളജാണ് സയൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റേഷൻ. നമ്മുടെ സയൻസിലെ ഓരോ പ്രിൻസിപ്പിൾസും ഫോം ചെയ്തിട്ടുള്ളത് നിരവധിയായ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ഇൻഡ്യൂഷൻ്റെ ബേസിലല്ല നമ്മുടെ സയൻസിലെ പ്രിൻസിപ്പിൾസ് ഫോം ചെയ്തിട്ടുള്ളത്. ഓൾ ദ പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റ്സ്. അത്തരം പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സയൻസിൻ്റെ പ്രവർത്തനങ്ങളും സയൻസിൻ്റെ പ്രിൻസിപ്പിൾസും. തേർഡ് വൺ, യൂണിവേഴ്സൽ വാലിഡിറ്റി. നമുക്കറിയാമല്ലോ, ലോകത്തെവിടെയും സയൻസിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്. അതായത് നമുക്കറിയാം,
H2O, അതായത് ജലത്തിൻ്റെ അല്ലെ വാട്ടറിൻ്റെ കെമിക്കൽ നെയിമാണ് H2O എന്നത്. അതിന് ഇവിടെയല്ല, നമ്മുടെ ഇന്ത്യയിലെന്നല്ല, എവിടെ ചെന്നാലും നമുക്ക് ഇതേ രീതിയിലാണ് അതിൻ്റെ പ്രയോഗം. ദാറ്റ് മീൻസ് സയൻസിൻ്റെ എല്ലാ പ്രിൻസിപ്പിൾസിനും യൂണിവേഴ്സൽ വാലിഡിറ്റി, ലോകത്ത് മുഴുവൻ ഒരേപോലത്തെ അംഗീകാരങ്ങളുണ്ട്. ഇനി എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റിനെ നാം സയൻസ് എന്ന് വിളിക്കുന്നത്? തൊട്ട് മുൻപ് നാം പറഞ്ഞ ഫീച്ചേഴ്സായ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജും അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റേഷൻ, അതായത് ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ കുറേയധികം പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രൂപം കൊണ്ടിട്ടുള്ളത്. ഈ ഫീച്ചേഴ്സൊക്കെ തന്നെ മാനേജ്മെൻറ്റിനും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മാനേജ്മെൻറ്റിനെ ഒരു സയൻസ് എന്ന് വിളിക്കും. എന്നാൽ നാം അവസാനം പറഞ്ഞ യൂണിവേഴ്സൽ വാലിഡിറ്റി, അതായത് ലോകം മുഴുവൻ ഒരേപോലെയുള്ള വാലിഡിറ്റി, അംഗീകാരം നമ്മുടെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിന് ഇല്ല എന്നുള്ളതാണ്. ആദ്യത്തെ 2 ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും നാം അവസാനം പറഞ്ഞ ഫീച്ചർ മാനേജ്മെൻറ്റിനില്ല. ദെയർഫോർ മാനേജ്മെൻറ്റ് ഈസ് കൺസിഡർഡ് ആസ് ആൻ inexact science or management is not an exact science. മാനേജ്മെൻറ്റ് ഒരു എക്സാക്റ്റ് സയൻസ് അല്ല എന്ന് പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ് ആക്യുറേറ്റ്ലി ദ ബിഹേവിയർ ഓഫ് ലിവിങ് ഹ്യൂമൻ ബീയിങ്സ്. നമുക്കറിയാലോ, സയൻസ് ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്ങുമായിട്ടല്ല. എന്നാൽ മാനേജ്മെൻറ്റ് ഈസ് പ്യോർലി ഡീലിംഗ് വിത്ത് ഹ്യൂമൻ ബീയിങ്. മനുഷ്യരുമായിട്ട് നേരിട്ടാണ് മാനേജ്മെൻറ്റ് ഡീൽ ചെയ്യുന്നത്. നമുക്കറിയാലോ, സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് അത് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഹ്യൂമൻ ബിഹേവിയറാണ്, നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മുടെ തന്നെ സ്വഭാവം പല സമയങ്ങളിൽ പല നേരങ്ങളിൽ പലതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ സ്വഭാവം മാറി മറിയുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മാനേജ്മെൻറ്റ് ഒരു ഇൻഎക്സാക്റ്റ് സയൻസ് ആണ്. സെക്കൻഡ് വൺ, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. നമുക്ക് സയൻസിൻ്റെ പ്രിൻസിപ്പിൾസ് എല്ലായ്പ്പോഴും ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാമെങ്കിൽ, എന്നാൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഓരോ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് മാറിക്കൊണ്ടേയിരിക്കും. ഒരു ലാർജ് സ്കെയിൽ ഓർഗനൈസേഷനിലുള്ളതായിരിക്കില്ല ഒരു മീഡിയം സ്കെയിൽ അല്ലെങ്കിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇങ്ങനെ നിരവധിയായ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും നമുക്ക് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് സയൻസിൻ്റെ പ്രിൻസിപ്പിൾസിന് നേരെ വിപരീതമാണ്. മറ്റൊന്ന്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ഫ്ലെക്സിബിൾ. തൊട്ട് മുൻപ് പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് സിറ്റുവേഷൻസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, മാറ്റുവാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആണ്. എന്നാൽ ഇത്തരം ഫ്ലെക്സിബിലിറ്റി സയൻസിൻ്റെ പ്രിൻസിപ്പിൾസിന് ഇല്ല. സയൻസിൻ്റെ പ്രിൻസിപ്പിൾസ് ആർ ഓൾവേസ് സ്റ്റേബിൾ ആണ്, സ്ഥിരതയുള്ള ഒന്നായിരിക്കും. അപ്പോൾ അത് തന്നെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നമ്മുടെ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസിന് അല്ലെങ്കിൽ സയൻസിൻ്റെ പ്രിൻസിപ്പിൾസിന് എതിരാണ്. ആൻഡ് ലാസ്റ്റ് വൺ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഹാവ് നോ യൂണിവേഴ്സൽ വാലിഡിറ്റി. എന്ന് വെച്ചാൽ സയൻസിനുള്ളതുപോലെ അല്ലെങ്കിൽ സയൻസിൻ്റെ പ്രിൻസിപ്പിൾസിനുള്ളതുപോലെ യൂണിവേഴ്സൽ, അതായത് അന്തർദേശീയ തലത്തിലാകട്ടെ ആഗോളതലത്തിലാവട്ടെ അത്തരമൊരു വാലിഡിറ്റി, അംഗീകാരം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിന് ഇല്ല. കാരണം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, ഓർ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ, ഓർ ഇത്തരം ചില കാരണങ്ങൾ കൊണ്ട് തന്നെ മാനേജ്മെൻറ്റിന് നമുക്കൊരു ഇൻഎക്സാക്റ്റ് സയൻസ് ഒന്നോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ആർ നോട്ട് എ പ്യുവർ സയൻസ് ഒന്നും നമുക്ക് പറയാം. ഇനി നമുക്ക് നോക്കേണ്ടത് മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. ഒരു പ്രൊഫഷൻ എന്നുള്ള നിലയിൽ എന്താണ് മാനേജ്മെൻറ്റ്? നമുക്കറിയാം പ്രൊഫഷൻ എന്താണ് എന്നുള്ളത് +1 തന്നെ നാം ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ഒരു ജോബാണ്, ആ ജോബിന് എന്തൊക്കെയാണ് ആവശ്യം, ബോഡി ഓഫ് നോളജ് ഉണ്ടാവണം, അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ടുള്ള ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും ഒക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഇതുപോലെ മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ എന്ന് പറയുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? മാനേജ്മെൻറ്റ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെ കാരണം വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വലിയൊരു പഠന മേഖലയാണ്. ഇനി നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻസിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി നമുക്കത് ബോധ്യപ്പെടും. മാനേജ്മെൻറ്റ് ബേസ് ചെയ്തിട്ട് നിരവധിയായ സബ്ജക്റ്റുകളും കോഴ്സുകളും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് മീൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ആണ്, പ്രൊഫഷനെ പോലെ. മറ്റേതാണ് റെസ്ട്രിക്റ്റഡ് എൻട്രി. എല്ലാവർക്കും ഇവിടെ എൻട്രി ഉണ്ടാവില്ല. ഇത്തരം ക്വാളിഫിക്കേഷൻസും ക്വാളിറ്റീസും ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ആ മേഖലയിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കുക. ഇതിൻ്റെ ഫലമായിട്ടാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് വരുന്ന BBA MBA പോലുള്ള കോഴ്സുകളൊക്കെ തന്നെ ഇത്തരം ഒരു എൻട്രിക്ക് ഒരു തുടക്കം തരുന്ന ഒന്നാണ്. ദാറ്റ് മീൻസ്
ഈ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധ്യമുള്ള അല്ലെങ്കിൽ അത്തരം കോഴ്സസ് പാസ്സായ ആളുകൾക്ക് മാത്രമേ മാനേജ്മെൻറ്റിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റൂ. അത് തന്നെയാണ് പ്രൊഫഷൻ്റെയും. നമുക്കറിയാലോ, ഒരാൾക്ക് ഡോക്ടർ ആവണമെങ്കിൽ അദ്ദേഹം +2 കഴിഞ്ഞ ശേഷം വേണ്ടി അടുത്ത് MBBS ചെയ്യുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് കോഴ്സുകൾ ചെയ്യുക എന്നതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് പ്രൊഫഷണൽ ആയിട്ട് മാറാൻ പറ്റൂ. ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്, ഒരു ലോയറെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെയാണ്. അതുപോലെയാണ് മാനേജ്മെൻറ്റിലും. മറ്റൊന്നാണ് പ്രൊഫഷണൽ അസോസിയേഷൻ. നമുക്കറിയാം പ്രൊഫഷണൽസിനെല്ലാം അവരുടെ അസോസിയേഷൻസ് ഉണ്ടാവും, അത് മാനേജ്മെൻറ്റിനുമുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് നമുക്കൊരു പ്രൊഫഷൻ എന്ന് പറയാം. ആൻഡ് ഫോർത്ത് വൺ, എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. മാനേജ്മെൻറ്റിന് ഒരു മാനേജർ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന് കൃത്യമായ കോഡ് ഓഫ് കണ്ടക്ട്, അവരുടെ പ്രവർത്തനം എന്തായിരിക്കണം എന്നുള്ളതിന് കൃത്യമായ ഒരു നിയമമുണ്ട്. അത് മാനേജ്മെൻറ്റിനുമുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. ആൻഡ് ലാസ്റ്റ് വൺ, സർവീസ് മോട്ടീവ്. നമുക്കറിയാലോ, എല്ലാ പ്രൊഫഷൻസിൻ്റെയും ലക്ഷ്യം പ്രോഫിറ്റ് മേക്കിംഗ് അല്ല, മറിച്ച് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് തന്നെ ആവശ്യമായിട്ടുള്ള സർവീസസ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം തന്നെ മാനേജ്മെൻറ്റിനുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാനേജ്മെൻറ്റിനെ ഒരു പ്രൊഫഷൻ എന്ന് പറയാം.